ഹലോ ഫ്രണ്ട്സ്, കേരള PSC സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ SCERT 7ാം ക്ലാസ് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലുള്ള രണ്ടാമത്തെ ചാപ്റ്റർ കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. എന്നാൽ ഒട്ടുമിക്ക PSC എക്സാമിനും ഇന്ത്യ ചരിത്രം ടോപ്പിക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റത്തെ നമുക്ക് പഠിക്കാനുള്ളത് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന സെക്ഷനാണ്. അപ്പം ഈ ടോപ്പിക്കുമായിട്ട് യൂറോപ്യന്മാരുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കറിയാം, നമ്മളുടെ നാട്ടിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളായിട്ടുള്ള കുരുമുളക്, ഏലം, ഇഞ്ചി തുടങ്ങിയവയെല്ലാം വിദേശീയർക്ക് പണ്ട് മുതൽക്കേ പുരാതന കാലം മുതൽക്കേ വളരെ പ്രിയമുള്ളതായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാനും കച്ചവടത്തിനുമൊക്കെ ആയിട്ട് ധാരാളം വിദേശീയർ പുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലെത്തിയിരുന്നു. അങ്ങനെ യൂറോപ്യൻസും ഇന്ത്യയിലെത്തിയിരുന്നു. അവർ പ്രധാനമായിട്ടും കരമാർഗത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് അഥവാ ഏഷ്യയിലേക്ക് കടന്നിരുന്നത്. അപ്പം ഇതിന് പ്രധാനമായിട്ടും കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലം വഴിയാണ് അവർ ഏഷ്യയിലേക്ക് കടന്നിരുന്നത് യൂറോപ്യൻസ്. എന്നാൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോഴേക്കും ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തിന് തടസ്സമാകുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഒരു കരമാർഗം കണ്ടുപിടിക്കാൻ വേണ്ടി യൂറോപ്യൻസ് എല്ലാം കടൽ മാർഗം എക്സ്പെഡീഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യൻസ്, കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യൻസ് ആണ് നമുക്കറിയാം പോർച്ചുഗീസുകാർ അല്ലേ. 1498 മെയ്യിലാണ് കോഴിക്കോട് കടപ്പുറത്ത് കോഴിക്കോടുള്ള കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡഗാമയും കൂട്ടരും 3 പായ്ക്കപ്പലുകളിലായിട്ട് എത്തുന്നത്. അന്നേരം അവിടെ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയാണ്. സാമൂതിരി ഈ പോർച്ചുഗീസുകാർക്ക് വേണ്ടിയുള്ള കച്ചവടത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊന്നും നൽകിയില്ല. അതുകൊണ്ട് അവർ കണ്ണൂർ സന്ദർശിച്ച് ആവശ്യമുള്ള വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗീസിലേക്ക് തന്നെ മടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് വാസ്കോഡഗാമയുടെ ഫസ്റ്റ് ഇന്ത്യയിലേക്കുള്ള വരവായിട്ട് പറയുന്നത്. അപ്പം 1498 മെയ്യിൽ കോഴിക്കോടുള്ള കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡഗാമ എത്തുന്നു. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊന്നും ചെയ്തു നൽകാത്തതുകൊണ്ട് കണ്ണൂർ സന്ദർശിച്ച് ആവശ്യമുള്ള വിഭവങ്ങൾ കളക്ട് ചെയ്ത പോർച്ചുഗീസുകാർ, അതായത് വാസ്കോഡഗാമ പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം വന്ന പോർച്ചുഗീസുകാരാണ് വാണിജ്യത്തിന് വേണ്ടി, അതായത് കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിലെത്തിയ മറ്റ് പോർച്ചുഗീസുകാരാണ് അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയവർ. ഇനി പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. ഗോവയും ദാമൻ ദിയുവും ആയിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. ഇനി അവരുടെ പ്രധാനപ്പെട്ട നിർമ്മിതികൾ, ഇന്ത്യയിലെ പോർച്ചുഗീസുകാർ പണിത പ്രധാനപ്പെട്ട നിർമ്മിതികളാണ് കോട്ടപ്പുറം കോട്ട, തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ടയുമെല്ലാം പോർച്ചുഗീസുകാരാണ് പണിതത്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട നിർമ്മിതികൾ ഓർത്തിരിക്കുക. കോട്ടപ്പുറം കോട്ട, തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ടയുമാണ് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട നിർമ്മിതികൾ. ഇനി പോർച്ചുഗീസുകാരുടെ മറ്റ് കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? കാർഷിക വിളയിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. അതായത് ഇന്ത്യയിലേക്ക് പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസുകാരാണ്. നമുക്കറിയാം, പോർച്ചുഗീസുകാരെ നമ്മൾ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി അപ്പോൾ കാർഷിക വിളകൾ നമ്മൾ നോക്കി. അതുകൂടാതെ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസനം പ്രാപിച്ചതും എല്ലാം പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ്. അപ്പം അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. നേരത്തെ പഠിച്ച കോട്ടകൾ, കാർഷിക വിളകൾ, അതുകൂടാതെ അച്ചടി യന്ത്രം, ചവിട്ടുനാടകം എന്ന കലാരൂപം, ഇതെല്ലാം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കോഴിക്കോട് കടപ്പുറത്ത് വാസ്കോഡഗാമ എത്തിയപ്പോഴേക്കും സാമൂതിരി ആവശ്യത്തിനുള്ള സഹായങ്ങളൊന്നും ചെയ്തു നൽകില്ല. അപ്പോൾ അവർക്ക് ആദ്യമേ തന്നെ പോർച്ചുഗീസുകാരുടെ ഒരു എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കുഞ്ഞാലി മരക്കാറാണ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാണ് കുഞ്ഞാലി മരക്കാർ. അപ്പോൾ ഓർത്തിരിക്കുക, മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കുഞ്ഞാലി മരക്കാറാണ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാണ് കുഞ്ഞാലി മരക്കാർ. പക്ഷെ ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങളൊന്നും തന്നെ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. കാരണം മറ്റ് യൂറോപ്യൻസുമായിട്ടുള്ള മത്സരം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഡച്ചുകാരും ഒക്കെ വന്നു. അപ്പോൾ അവരുമായിട്ടുള്ള
മത്സരത്തിനുള്ള സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും ഒന്നും ആർക്കുണ്ടായിരുന്നില്ല, പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നില്ല. അതുകൂടാതെ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ, നമ്മൾ നേരത്തെ പഠിച്ച കുഞ്ഞലി മരക്കാർ പോലെ പ്രാദേശികമായിട്ടുണ്ടായിരുന്ന ചെറുത്തുനിൽപ്പുകളും കാരണം ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങളൊന്നും തന്നെ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയാണ് പോർച്ചുഗീസുകാരെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് യൂറോപ്യൻസ് ആണ്, കച്ചവടത്തിനായിട്ട് എത്തിയ നെക്സ്റ്റ് യൂറോപ്യൻസ് ആണ് ഡച്ചുകാർ. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കൊച്ചിയും കൊല്ലവുമായിരുന്നു. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. ഇനി ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് ഹോർത്തൂസ് മലബാറിക്കസ്, അല്ലെ, നമുക്കറിയാവുന്നതാണ് ഹോർത്തൂസ് മലബാറിക്കസ്. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഗ്രന്ഥം തയ്യാറാക്കാൻ വേണ്ടി മുൻകൈ എടുത്ത ഡച്ച് ഗവർണറാണ് വാൻഡ്രീഡ്. അദ്ദേഹത്തിന് സഹായിച്ച മലയാളി ആണ് ഇട്ടി അച്യുതൻ. ഇത്രയും പോയിന്റ്സ് ആണ് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മുൻകൈ എടുത്ത ഡച്ച് ഗവർണറാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത ഡച്ച് ഗവർണറാണ് വാൻഡ്രിഡ്. അദ്ദേഹത്തെ സഹായിച്ച മലയാളിയാണ് ഇട്ടി അച്യുതൻ. ഇനി ഡച്ചുകാർക്ക് നേരിടേണ്ടി വന്നൊരു പ്രധാനമായ ഒരു യുദ്ധമാണ് ഡച്ചുകാർ ഇന്ത്യയിൽ, അതായത് കേരളത്തിലുണ്ടായിരുന്ന അടിത്തറ തന്നെ അവർക്ക് നഷ്ടമായ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം, അല്ലെ. കച്ചവടവുമായി ബന്ധപ്പെട്ട കുറച്ച് തർക്കങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് 1741 തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും കൂടി നടന്ന യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. 1741 നടന്നത്. കച്ചവട സംബന്ധമായ ചില തർക്കങ്ങളാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. അതിൽ ഡച്ചുകാർ പരാജയപ്പെട്ടതോടുകൂടിയാണ് അവർക്ക് ഇന്ത്യയിൽ അഥവാ കേരളത്തിലുണ്ടായിരുന്ന അടിത്തറ പൂർണ്ണമായിട്ടും നഷ്ടമായത്. ഇനി ഡച്ചുകാരെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് ലന്തക്കാർ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡച്ചുകാരെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പം ഹോർത്തൂസ് മലബാറിക്കസ് ഓർത്തിരിക്കുക, കുളച്ചിൽ യുദ്ധം, അവരെ നമ്മൾ വിളിച്ചിരുന്നത് ലന്തക്കാർ എന്നാണ്. നെക്സ്റ്റ് കച്ചവടത്തിനായിട്ട് എത്തിയത് ഇംഗ്ലീഷുകാരാണ്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ രൂപീകൃതമായത്. ഇയർ ഓർത്തിരിക്കുക, 1600. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രധാനമായിട്ടും രൂപം കൊണ്ടത് ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കച്ചവടത്തിന് വേണ്ടിയാണ്, ട്രേഡിന് വേണ്ടിയിട്ടാണ് 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ രൂപീകൃതമായത്. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സൂറത്തിലാണ് സ്ഥാപിതമായത്. സൂറത്ത് ഗുജറാത്തിലാണ്. ഇനി മറ്റ് വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ചെന്നൈയിലെ മദ്രാസ്, കൊൽക്കത്ത, ബോംബെ തുടങ്ങിയിടങ്ങളിലെല്ലാം അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അപ്പം ഇംഗ്ലീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടത്. ഇന്ത്യയും ചൈനയുമായിട്ടൊക്കെയുള്ള വ്യാപാരം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് രൂപം കൊണ്ടത്. ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ചത് സൂറത്തിലാണ്, ഗുജറാത്തിലെ സൂറത്തിലാണ്. മറ്റ് വാണിജ്യ കേന്ദ്രങ്ങളാണ് മദ്രാസ്, കൊൽക്കത്ത, ബോംബെ എന്നീ സ്ഥലങ്ങൾ. അതിനുശേഷം വന്ന യൂറോപ്യൻസ് ആണ് ഫ്രഞ്ചുകാർ. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടത്. ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഓർത്തിരിക്കുക, പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ ഇവയായിരുന്നു ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഫ്രഞ്ചുകാരുടെ പ്രവർത്തനത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയാണ്. ഇതെല്ലാം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഇവർ തമ്മിലൊരു കച്ചവടത്തിനായിട്ടുള്ളൊരു മത്സരം ഉണ്ടാകുകയാണ് ചെയ്തത്. അപ്പം ഈ മത്സരത്തിൽ ആദ്യമേ തന്നെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും പരാജയപ്പെട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് അതിനുള്ള സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും ഒക്കെ കുറവായിരുന്നതുകൊണ്ട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ആദ്യമേ തന്നെ പരാജയപ്പെട്ടു. ബാക്കിയുള്ളത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരുമാണ്. അങ്ങനെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരുമായിട്ട് ഇന്ത്യയിൽ കച്ചവട ആധിപത്യത്തിനുള്ള യുദ്ധങ്ങളെല്ലാം നടന്നു. ആ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ പ്രധാന വേദി, അപ്പോൾ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ ഇങ്ങനെ കച്ചവട ആധിപത്യത്തിനായിട്ടുള്ള മത്സരങ്ങൾ നടന്നത് പ്രധാന വേദി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അതിനെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ യുദ്ധങ്ങളിൽ ഫ്രഞ്ചുകാർ തോൽക്കുകയും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലൊരു കച്ചവട ആധിപത്യം നേടുകയുമാണ് ചെയ്തത്. ഇപ്പോൾ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ആദ്യമേ പരാജയപ്പെട്ടു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധമുണ്ടായി. അതിൻ്റെ പ്രധാന വേദി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കർണാട്ടിക് പ്രദേശങ്ങളാണ്. അതുകൊണ്ട് അത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ കർണാട്ടിക് യുദ്ധങ്ങളിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയും ഇംഗ്ലീഷുകാർ ഇന്ത്യയിലൊരു കച്ചവട ആധിപത്യം സ്ഥാപിക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കച്ചവടത്തിനുള്ള ആധിപത്യം കിട്ടി. അങ്ങനെ കച്ചവടത്തിനുള്ള ആധിപത്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവർ
അടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്തത് അധികാരം നേടാൻ വേണ്ടിയാണ്. അതായത് അവിടുത്തെ റൂളിംഗ് പവർ നേടാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാരുടെ അടുത്ത സ്റ്റെപ്പ് എന്നുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം അവർ അധികാരം നേടിയത് ബംഗാളിലാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യം അധികാരം നേടിയത് ബംഗാളിലാണ്. കാരണം ബംഗാളിൽ നല്ല കച്ചവട സമൃദ്ധിയും കച്ചവടത്തിനുള്ള സൗകര്യവും എല്ലാം ഉണ്ടായിരുന്നു. എവിടെ? ബംഗാളിൽ. അതുകൊണ്ട് അവർ കച്ചവട ആധിപത്യത്തിന് ശേഷം അധികാരം നേടാൻ ആദ്യം ട്രൈ ചെയ്തത്, ആദ്യം നേടിയത് എവിടെയാണ്? ബംഗാളിലാണ്. ബംഗാളിലെ കച്ചവട സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ഇതിനായിട്ട് അവരെ പ്രേരിപ്പിച്ചത്. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ബംഗാളിൽ ആധിപത്യം നേടിയെന്ന് നോക്കാം. 2 യുദ്ധങ്ങളാണ് നമുക്കറിയാം, പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും, അല്ലെ? ആദ്യം പ്ലാസി യുദ്ധമായിരുന്നു. പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാരുടെ രഹസ്യധാരണയുടെ പേരിലാണ് ജയിച്ചത്. പക്ഷെ ബക്സാർ യുദ്ധം സൈനിക ശക്തിയുടെ തന്നെ വിജയമായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലാസി യുദ്ധത്തെക്കുറിച്ച് പഠിക്കാം. 1757 പ്ലാസി യുദ്ധം നടന്നത്. ബംഗാൾ നവാബായിരുന്ന സിറാജ് ഉദൗളയുമായിട്ടാണ് ബ്രിട്ടീഷുകാർ പ്ലാസി യുദ്ധത്തിൽ പങ്കെടുത്തത്. അപ്പം ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദൗളയും ബ്രിട്ടീഷുകാരുമാണ് പ്ലാസി യുദ്ധത്തിൽ പങ്കെടുത്തത്. ഇനി നവാബിന്റെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറുമായിട്ടുണ്ടാക്കിയൊരു രഹസ്യധാരണയാണ്, അതായത് ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിർ ജാഫറിനെ അവിടുത്തെ നേതാവാക്കാം എന്ന് ഉള്ള ഒരു രഹസ്യധാരണയുടെ പേരിലാണ് മിർ ജാഫർ സിറാജ് ഉദൗളയ്ക്ക് എതിരായിട്ട് ബ്രിട്ടീഷുകാർക്ക് സഹായം ചെയ്തു കൊടുത്തുകൊണ്ടാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിക്കാൻ കാരണം. സിറാജ് ഉദൗളയും റോബർട്ട് ക്ലൈവുമാണ് പ്ലാസി യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. സിറാജ് ഉദൗള തോക്കുകയാണ് ഉണ്ടായത്. കാരണം എന്ന് പറയുന്നത് ഒരു രഹസ്യധാരണ മിർ ജാഫറുമായിട്ടുണ്ടാക്കി, അതായത് ഈ സിറാജ് ഉദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറുമായിട്ടുണ്ടായ ഒരു രഹസ്യധാരണയാണ് ബ്രിട്ടീഷുകാരെ ഈ യുദ്ധത്തിൽ ജയിക്കാൻ സഹായകമാക്കിയത്. അടുത്ത യുദ്ധം എന്ന് പറയുന്നത് ബക്സാർ യുദ്ധമാണ്. 1764 ബക്സാർ യുദ്ധം നടക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ 3 രാജാക്കന്മാർ, അതായത് ഷാ ആലം രണ്ടാമൻ മുഗൾ രാജാവ്, ഷൂജ ഉദൗള അവധിലെ നവാബ്, മിർ കാസിം ബംഗാളിലെ നവാബ്, ഇങ്ങനെയുള്ള 3 പേരും ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടായ യുദ്ധമാണ് ബക്സാർ യുദ്ധം. ഇതിൽ ബ്രിട്ടീഷുകാർ അവരുടെ സൈനിക ശക്തി ഉപയോഗിച്ച് തന്നെ ജയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ബംഗാൾ കമ്പനിയുടെ, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി. അപ്പം ഫസ്റ്റ് ബംഗാളിലാണ് ബ്രിട്ടീഷുകാർ റൂളിംഗ് പവർ നേടിയത്. അതിനുള്ള 2 യുദ്ധങ്ങൾ, ബക്സാർ യുദ്ധവും പ്ലാസി യുദ്ധവും. പ്ലാസി യുദ്ധം ജയിച്ചത് ഒരു സൈനിക ശക്തിയല്ല, രഹസ്യധാരണയുടെ പേരിലാണ്. എങ്കിലും ബക്സാർ യുദ്ധം ജയിച്ചത് ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തിയുടെ പവർ കൊണ്ട് തന്നെയാണ്. അങ്ങനെ ബംഗാളിൽ അവർ അധികാരം നേടി. അതിനുശേഷം അവർക്ക് ഇന്ത്യയിലേക്ക് കൂടുതൽ ആധിപത്യം വ്യാപിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. അതിനുവേണ്ടി അവർ പ്രധാനമായിട്ടും അടുത്തത് കോൺസെൻട്രേറ്റ് ചെയ്തത് മൈസൂർ, അതായത് ദക്ഷിണേന്ത്യ. അപ്പം അവർക്ക് ഓൾറെഡി അവിടെ ഒരു നോർത്തിലൊരു പവർ കിട്ടി ബംഗാളിൽ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഒരു പവർ കിട്ടാൻ വേണ്ടി അവർ മൈസൂരിനെയാണ് കീഴടക്കാൻ ശ്രമിച്ചത്. ദക്ഷിണേന്ത്യയിലെ അന്നത്തെ പ്രധാനപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു മൈസൂർ എന്നത്. മൈസൂർ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയൊക്കെ റൂളിംഗ് ടൈമിൽ നല്ല ഹൈ പവറിൽ നിൽക്കുന്ന ടൈമാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരും ടിപ്പുയും കൂടി 4ാം മൈസൂർ യുദ്ധത്തിൽ വെച്ചിട്ട് എന്ത് സംഭവിച്ചു? ഏറ്റുമുട്ടുകയും ആ 4ാം മൈസൂർ യുദ്ധത്തിൽ വെച്ചിട്ട് ടിപ്പു സുൽത്താൻ മരണം വരിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ബ്രിട്ടീഷുകാർ മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ വാറുകളാണ് എന്തറിയപ്പെടുന്നത്? മൈസൂർ വാറുകൾ എന്ന് അറിയപ്പെടുന്നത്, മൈസൂർ യുദ്ധങ്ങൾ, അല്ലേ? അപ്പം ഇതിൽ 4ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താനുമായിട്ട് ഏറ്റുമുട്ടി ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ ഏറ്റുമുട്ടുകയും 4ാം മൈസൂർ യുദ്ധത്തിൽ വെച്ചിട്ട് ടിപ്പു സുൽത്താൻ മരണം വരിക്കുകയും ചെയ്തത്. അങ്ങനെ മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് തുടങ്ങി പ്രദേശങ്ങളിലെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ ആധിപത്യം നേടുകയാണ് ഉണ്ടായിരുന്നത്. ഇനി മൈസൂർ യുദ്ധങ്ങൾ പഠിക്കുമ്പോഴേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 3ാം മൈസൂർ യുദ്ധത്തിൻ്റെ റിസൾട്ടാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. അതായത് ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് വെച്ച് ബ്രിട്ടീഷുകാരുമായിട്ട് നടത്തിയ ഒരു സന്ധിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പം ഈ ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി 3ാം മൈസൂർ യുദ്ധത്തിൻ്റെ റിസൾട്ടാണ്. ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് വെച്ച് ബ്രിട്ടീഷുകാരുമായിട്ട് നടത്തിയൊരു സന്ധിയാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടി കൊണ്ടാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. അപ്പം അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ കിട്ടി, മൈസൂർ കിട്ടി. നെക്സ്റ്റ് അവരുടെ എയിം എന്ന് പറയുന്നത് മറാത്തയായിരുന്നു.
മറാത്തയും അവർ കീഴടക്കി. സിന്ധ്, പഞ്ചാബ്, അവധ് ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളും എന്താണ് ബ്രിട്ടീഷുകാർ കീഴടക്കി. ഇതിനു വേണ്ടി അവർ രണ്ട് തന്ത്രങ്ങളാണ് പ്രയോഗിച്ചത്. ഒന്ന് സൈനിക ശക്തി ഉപയോഗിച്ചും, രണ്ട് അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കുറച്ച് നിയമനിർമ്മാണങ്ങൾ നടത്തിയും. അപ്പോൾ സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, യുദ്ധങ്ങളൊക്കെ നടത്തി. അതുകൂടാതെ അവർ രണ്ട് നിയമനിർമ്മാണങ്ങളാണ് ഇതിനു വേണ്ടി നടത്തിയത്. സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിയമവും. ഇങ്ങനെ രണ്ട് നിയമനിർമ്മാണങ്ങളാണ് ഇന്ത്യയിൽ അധികാരം പിടിച്ചടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസിയാണ്. അപ്പോൾ രണ്ട് നിയമനിർമ്മാണങ്ങളും ഓർത്തിരിക്കുക. അപ്പം രണ്ട് തന്ത്രങ്ങളാണ് പ്രയോഗിച്ചത്, സൈനിക ശക്തിയും നിയമനിർമ്മാണവും. നിയമനിർമ്മാണങ്ങൾ ഏതൊക്കെയാണ്? സൈനിക സഹായ വ്യവസ്ഥ ബൈ വെല്ലസ്ലി പ്രഭു, ദത്തവകാശ നിരോധന നിയമം ബൈ ഡൽഹൌസി. ഇങ്ങനെ രണ്ട് നിയമങ്ങളാണ് അവർ നിർമ്മിച്ചത്. ഇനി സൈനിക സഹായ വ്യവസ്ഥയിലൂടെ എന്താണ് ബ്രിട്ടീഷ് റൂളിന് കീഴിൽ വന്ന നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നിവ. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുരാജ്യങ്ങൾ അവരുടെ സ്വന്തം സൈന്യം പിരിച്ചുവിട്ടിട്ട് ബ്രിട്ടീഷ് സൈന്യത്തിനെ അവിടെ നിർത്തണം. പക്ഷെ ചെലവുകളെല്ലാം കൊടുക്കേണ്ടത് നാട്ടുരാജ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരുമായിട്ട് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏറ്റെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്താണ് കംപ്ലീറ്റ് സുരക്ഷ, അതായത് ബ്രിട്ടീഷുകാർ ആ നാട്ടുരാജ്യത്തിന് കംപ്ലീറ്റ് സുരക്ഷ ഉറപ്പ് നൽകുകയായിരുന്നു. അതായത് മറ്റ് നാട്ടുരാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വിദേശ ശക്തികളോ എന്തെങ്കിലും ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ സഹായിക്കാം എന്ന രീതിയിലാണ് അവർ സൈന്യത്തെ അവിടെ നിർത്തിയിരുന്നത്. അപ്പോൾ അതാണ് സൈനിക സഹായ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എല്ലാം സൈനിക സഹായ വ്യവസ്ഥയിലൂടെയാണ് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയത്. ഇനി ദത്താവകാശ നിരോധന നിയമം എന്താന്ന് നോക്കാം. എന്താണ് ദത്താവകാശ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുരുഷ അനന്തരാവകാശി ഇല്ലാത്ത നാട്ടുരാജ്യങ്ങൾ കുട്ടികളെ, അതായത് ആൺകുട്ടികളെ ദത്തെടുത്തിട്ട് അവരെ വളർത്തി വലുതാക്കുമ്പോഴേക്കും അവർക്ക് എന്താണ് രാജാധികാരം നൽകുന്ന ഒരു സമ്പ്രദായമാണ് ദത്താവകാശം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പുരുഷ അനന്തരാവകാശി ഇല്ലാത്തവരെല്ലാം ആൺകുട്ടികളെ ദത്തെടുക്കുന്നത് നിരോധിച്ച് അങ്ങനെ വരുന്ന രാജ്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ അവരുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. അതാണ് ദത്താവകാശ നിരോധന നിയമം. അങ്ങനെ കുട്ടികളെ ദത്തെടുക്കാൻ പറ്റില്ല, അങ്ങനെ അതായത് അനന്തരാവകാശി ഇല്ലെങ്കിൽ ആ രാജ്യത്തെ ബ്രിട്ടീഷിനോട് ചേർക്കണം എന്നുള്ളൊരു റൂളാണ് ദത്താവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. അപ്പം അത് പ്രകാരം ബ്രിട്ടീഷുകാരുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളെല്ലാം ദത്താവകാശ നിരോധന നിയമപ്രകാരമാണ് ബ്രിട്ടീഷുകാരുടെ അധികാരപരിധിയിലായത്. അങ്ങനെ 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗവും ബ്രിട്ടീഷ് അധീനതയിലാകുകയും ഈ അധീന പ്രദേശങ്ങളിൽ എല്ലാം തന്നെ ഒരു കേന്ദ്രീകൃത ഭരണം, ഒരു ഏകീകൃത ഭരണം ബ്രിട്ടീഷുകാർ നടപ്പാക്കുകയുമാണ് ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി കമ്പനി നമ്മൾ ലാസ്റ്റ് പഠിച്ച പോർഷൻ ഫുൾ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ കമ്പനി അധികാരത്തിൽ, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വന്നത് സൈനിക ശക്തി പ്രയോഗിച്ചും നിയമനിർമ്മാണങ്ങൾ നടത്തിയുമാണ്. യുദ്ധങ്ങൾ വഴി നടത്തിയതാണ്. മറാത്ത യുദ്ധങ്ങൾ നടത്തി മറാത്ത, മൈസൂർ യുദ്ധങ്ങൾ വഴി മലബാർ, കൂർഗ്, പ്ലാസി യുദ്ധവും ബക്സാറും വഴി ബംഗാളും നേടി. നിയമനിർമ്മാണങ്ങൾ 2 നടത്തിയത്, സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമവും. ദത്താവകാശ നിരോധന നിയമപ്രകാരം ഝാൻസി, സത്താറ, നാഗ്പൂർ തുടങ്ങിയവയും, സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളുമെല്ലാം ബ്രിട്ടീഷുകാരെ കീഴടക്കുകയും അവിടെ ഒരു ഏകീകൃത ഭരണ സംവിധാനം നടപ്പാക്കുകയും ചെയ്തു.